എന്താണ് ഈ ശോഭാ കരന്തലജയുടെ വിഷയത്തിൽ കോൺഗ്രസിന് പറയാനുള്ളത്? അതുകൂടി കേട്ടതിന് ശേഷം ഇതിന്റെ സമഗ്രമായ ചർച്ചയിലേക്ക് പോകാമെന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ പുതിയൊരു മുദ്രാവാക്യം വെച്ചിരിക്കുന്നത്? ആ പുതിയ മുദ്രാവാക്യം മോദി കാ ഗ്യാരണ്ടി എന്നുള്ളതാണ്. അപ്പൊ ആ മോദി കാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരുമ്പോൾ നമ്മൾ ആ ഗ്യാരണ്ടി എന്തൊക്കെയാണ്, മുമ്പ് നൽകിയ ഗ്യാരണ്ടികൾ അത് അതിന്റെ അർത്ഥത്തിൽ പൂർണ്ണാർത്ഥത്തിൽ ഡെലിവർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കോൺഗ്രസ് അടക്കം ഇന്ത്യ മുന്നണിയിലെ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും അടങ്ങുന്ന വലിയ വിഭാഗമടക്കം അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിടപെടാത്ത ദിവസങ്ങളിൽ വളരെ കൃത്യമായി അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, മോദിയുടെ ഒന്നാമത്തെ ഗ്യാരണ്ടി എന്തായിരുന്നു? അത് ഈ രാജ്യത്തുള്ള വീട്ടമ്മമാർക്ക് മുഴുവൻ വളരെ കൃത്യമായി LPG സമ്മാനിക്കും, അവർക്ക് സുഖസുന്ദരമായ ഒരു ജീവിതം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. 2014 UPA ഗവൺമെന്റ്, രണ്ടാം UPA ഗവൺമെന്റ് ഇറങ്ങിപ്പോകുമ്പോൾ ഈ രാജ്യത്തെ LPGയുടെ വില 420 രൂപയാണ്. ഇന്ന് ആലപ്പുഴയിൽ മത്സരിക്കുന്ന, കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ മത്സരിച്ച കെ സുരേന്ദ്രനെ വേദിയിൽ നിർത്തിക്കൊണ്ട് ഈ പാർട്ടിയിൽ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ അവസരമില്ല എന്ന് വിളിച്ചു പറഞ്ഞ് ഇവരുടെ നേതാവ് ശോഭാ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് LPG ഉന്തിക്കൊണ്ട് സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ? ഇന്ന് LPGയുടെ വില 825 രൂപയാണ്. ഗാർഹിക LPGയുടെ വില 2 മാസം മുമ്പ് വരെ അതിന്റെ വില 1200-അടുത്തായിരുന്നു. 3 ഇരട്ടിയിലേക്ക് എത്തിച്ചു. അതായിരുന്നു മോദിയുടെ ഒന്നാമത്തെ ഗ്യാരണ്ടി. രണ്ടാമത്തെ ഗ്യാരണ്ടി എന്തായിരുന്നു? UPA ഗവൺമെന്റ്, ഇവർ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതാണല്ലോ, UPA ഗവൺമെന്റ് പെട്രോളിന്റെ വില നിയന്ത്രണ അധികാരം എടുത്തു കളഞ്ഞു. അതിനെ നമ്മുടെ ക്രൂഡ് ഓയിലുമായി കോർ റിലേറ്റഡ് ആക്കി അങ്ങനെ ഒരു പെട്രോൾ വിലയിലേക്ക് കൊണ്ടുവന്നു. ആ സിസ്റ്റം പ്രകാരമാണെങ്കിൽ പോലും ഇന്നത്തെ ക്രൂഡ് ഓയിൽ വില പ്രകാരം ഇവിടെ 70 രൂപയ്ക്ക് കിട്ടുന്ന പെട്രോളിന് ഇന്ന് 107 രൂപ കൊടുക്കണം. കഴിഞ്ഞ ദിവസം 2 രൂപ കുറച്ചു. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. ഇങ്ങനെ തുടങ്ങി ഒരു ഡസൻ കേസുകൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കൃത്യമായി പറയുന്നു. 2014 അപേക്ഷിച്ച് 2024 എത്തുമ്പോൾ 86% വലിയ ഗ്രോത്ത് ആണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമണത്തിൽ ഈ രാജ്യത്തുണ്ടായിരിക്കുന്നത്. അതിൽ 2ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് ഉണ്ട്, 3ാം സ്ഥാനത്ത് ഗുജറാത്ത് ഉണ്ട്. ഇതെല്ലാം ഭരിക്കുന്ന ഇവരല്ലേ? വളരെ കൃത്യമായി ഇവർ മോദി പറഞ്ഞു വെച്ച ഒരു ഗ്യാരണ്ടിയും നടപ്പിലായിട്ടില്ല എന്നുള്ള ബോധ്യം പൊതുജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യസേന ഓപ്പോസിറ്റ് വളർന്നു വരുന്നു. 1 മാസം മുമ്പ് വരെ ഇവർ പറഞ്ഞെന്താണ്? ഇന്ത്യ മുന്നണി ഒരു അസ്ഥിവാരമാണ്. ഉത്തർപ്രദേശിൽ പോയി സീറ്റ് ചർച്ചയെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് ഉത്തർപ്രദേശിൽ SPയുമായിട്ടുള്ള സീറ്റ് ചർച്ച പൂർണ്ണമായി കഴിഞ്ഞു. ബംഗാളിൽ ഏറെക്കുറെ പൂർത്തിയാവുന്നു, ഡൽഹിയിൽ പൂർത്തിയായി കഴിഞ്ഞു, പഞ്ചാബിൽ പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ മുന്നണി 4 കാലിൽ ഉയർന്നു നിൽക്കുന്ന, 4 ചുവരുകളിൽ ഉയർന്നു നിൽക്കുന്ന വലിയ ബിംബമായി ഇവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നു. അപ്പോൾ ഈ 400 സീറ്റ് എന്ന് പ്രസംഗിക്കുന്നതല്ലാതെ 40 സീറ്റിന് അപ്പുറത്തേക്ക്, ഞാൻ അതിശയോക്തി പറയുന്നില്ല, ഒരു 150-200 സീറ്റിനപ്പുറത്തേക്ക് കടന്നു വരാൻ BJPക്കോ സഖ്യകക്ഷികൾക്കോ ആവില്ല എന്ന കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ആദ്യം ഇവർ CAA ചർച്ചയാക്കി. നമ്മൾ കണ്ടല്ലോ, 400 സീറ്റ് എന്ന് പറയുന്നതിന് ആ സമയത്ത് CAA ചർച്ച വിഷയമല്ല. ആ സമയത്ത് 400 സീറ്റ് ഷുവർട്ടിയുള്ള BJP എന്ന് പറയുന്ന പാർട്ടി, അവരുടെ കേന്ദ്ര നേതൃത്വം CAA എടുത്തിറക്കണമെങ്കിൽ അവർക്ക് അവർ പറയുന്ന ഗ്യാരണ്ടിയിൽ, തങ്ങളുടെ പെർഫോമൻസിൽ പോലും വിശ്വാസമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. രണ്ടാമത്, സൗത്ത് ഇന്ത്യയിലേക്ക് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. കൈരളി അടക്കം ഈ മോദി വരുന്നു, എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. 2014-ലും 2019-ലും മോദി ഇവിടെ തന്നെയായിരുന്നു. 19-ലെ തെരഞ്ഞെടുപ്പിൽ എത്ര തവണയാണ് മോദി ഇവിടെ വന്നത്? മോദി വരുന്നത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്ന ധാരണയൊന്നും കൈരളിക്കില്ല. ഓക്കെ അല്ല, ഞാൻ പൊതുവിൽ മാധ്യമങ്ങളുടെയാണ് പറഞ്ഞത്. നോക്കൂ നീലിമ, 2 തവണയാണ് 2024-ൽ ഈ വർഷം വന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു തുടങ്ങിയെങ്കിൽ 2019-ൽ പ്രസംഗം തുടങ്ങിയ തൊട്ട് അവസാനം വരെ 80%വും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് തന്നെയായിരുന്നു മോദി സംസാരിച്ചത്. ശബരിമല ശാസ്താവിനെ തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് വലിച്ചിറക്കിയാണ് 2019-ൽ ചെയ്തത്. 1 ലക്ഷത്തോളം വോട്ടുകൾക്കാണ് പത്തനംതിട്ടയിൽ അന്ന് കോൺഗ്രസ് ജയിച്ചത്. നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇവർ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു, സൗത്ത് ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളം അടക്കം തമിഴ്നാട് അടക്കമുള്ള മേഖലയിൽ ഇവർ BJP എന്നത് മാറി ഇവരുടെ ട്രേഡ് മാർക്കായി UJP ആയി ഇവർ മാറും എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കരന്തലേജയെ പോലെ വർഗീയത മാത്രം പ്രസംഗിക്കുന്ന, വിഷലിപ്തമായ വാക്കുകൾ മാത്രം പുറപ്പെടുവിക്കുന്ന, തീ തുപ്പുക എന്നൊക്കെ പറയുന്ന പോലെ വിഷം തുപ്പുന്ന ഒരു നേതാവിനെ, വളരെ പ്യുവർ RSS ആയ, പ്യുവർ വർഗീയവാദിയായ, പ്യുവർ ഫാസിസ്റ്റ് ആയ ഒരു നേതാവിനെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇനി കർണാടകത്തിൽ കിട്ടുന്ന, അല്ലെങ്കിൽ തെലങ്കാനയിൽ കിട്ടുന്ന, കേരളത്തെ 2 വൃത്തികേട് പറഞ്ഞാൽ, അല്ലെങ്കിൽ തമിഴ്നാടിനെ, തമിഴരെ, കേരളീയരെ, ദ്രാവിഡരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കിട്ടുന്ന 10 വോട്ട് കിട്ടുമെങ്കിൽ അത്
കിട്ടിക്കോട്ടെ എന്നോർത്ത് ആരെ ഇറക്കി വിട്ടിരിക്കുന്നു? കരിന്തലേജ ഇറക്കി വിട്ടിരിക്കുന്നു. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും ബിജെപിയുടെ തമിഴ്നാട് ഘടകം പ്രസിഡന്റിനെ നമുക്കറിയാലോ, അണ്ണാമലൈ. ഈ കരിന്തലേജയുടെ പ്രോ വേർഷനാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് വർഗീയതയാണ്. അപ്പൊ വർഗീയതയ്ക്ക് അപ്പുറത്തേക്കല്ലാതെ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യിക്കാൻ മോദി തയ്യാറാവുന്നില്ല. മോദി ആൻഡ് മോദി ടീം ഓർ മോദി മീഡിയ മൊദാനി അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ടായിരിക്കും 2024 റിസൾട്ട് ഉണ്ടാവുക. ബഹുമാനപ്പെട്ട AICC അധ്യക്ഷൻ പറഞ്ഞതുപോലെ 2024 ആവർത്തിക്കും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, സോഷ്യലിസ്റ്റുകളുടെ നേതൃത്വത്തിൽ, CPM അടക്കമുള്ള ഇടത് പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയൊരു മുന്നണി, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യ സർക്കാർ അധികാരത്തിൽ വരും എന്നതിൽ യാതൊരു സംശയവും.